പുസ്തകങ്ങളുമാണ് ഇന്നിവിടെ പ്രകാശിതമാകാൻ പോകുന്നത്. ജീവചരിത്ര ശാഖയ്ക്ക് ഈടുറ്റ സംഭാവനകൾ നൽകുന്ന ഈ 2 പുസ്തകവും രചന നിർവഹിച്ചിരിക്കുന്നത് PA മെഹബൂബാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ്, മറ്റു മുഖവരുകളൊന്നും ആവശ്യമില്ലാത്ത നിസാർ തലങ്കരയാണ്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ചീഫ് എക്സ്റ്റേണൽ ഓഫീസർ മോഹൻ കുമാർ സാറും, ഖലീൽ ടൈംസിന്റെ മാനേജിംഗ് എഡിറ്റർ ഐസക് പട്ടാണി ആണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. ഐസക് പട്ടാണി സാറും പുതുർ റഹ്മാൻ സാറും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേദിയിലേക്ക് വരിക. അവരുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഈ പുസ്തക പ്രകാശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷാർജ ബുക്ക് അതോറിറ്റിയുടെ എക്സ്റ്റേണൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മോഹൻ കുമാർ സർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹനേട്ടനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഏറ്റുവാങ്ങുന്നതിനുമായി എവറേസ്റ്റ് നാഷണൽ സ്കൂളിന്റെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സീനിയർ വൈസ് പ്രിൻസിപ്പൽ എബ്രഹാം മാത്യു സാറിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്കൂളിന്റെ സീനിയർ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ P. ഉണ്ണികൃഷ്ണൻ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തിന്റെ ആത്മാവ് അത് എഴുതിയ അക്ഷരങ്ങളിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. പുസ്തകത്തെ കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ മറ്റാരേക്കാളും അതിനെ ജന്മം കൊടുത്ത ഹൃദയത്തിന് തന്നെയാണ് ഒട്ടേറെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു മുഖവരകളൊന്നുമില്ലാതെ ആ പുസ്തകത്തിന് ജീവൻ കൊടുത്ത അക്ഷരത്തിന് മജ്ജയും മാംസവും നിർമ്മിച്ച PA മെഹബൂബ് സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് ആ പുസ്തകത്തെ കേൾക്കാം. സർ, സ്വാഗതം. കാരണവന്മാരെ, സഹോദരന്മാരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമന്വിതരെ, എല്ലാവരുടെയും പേര് തളങ്കരയും കോമ്പയറും പറഞ്ഞു. ഞാൻ ബിഫോർ ടൈമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ എറണാകുളം ആലുവ ബസ്സുകൾ ആ മത്സര ഓട്ടത്തിനിടയിൽ സമയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം അതാണ്. പക്ഷേ ഇവിടെ നേരത്തെ തളങ്കരയും മറ്റും പറഞ്ഞു, സമയത്തിൻ്റെ ക്ലിപ്തത അത് കൃത്യമായി പാലിക്കപ്പെടണം എന്ന്. പക്ഷെ നമ്മൾക്ക് സമയം നേരത്തെ കിട്ടി. അത് നേരത്തെ എൻ്റെ സുഹൃത്തിൻ്റെ പുസ്തക പ്രകാശനം നേരത്തെ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അത് ദൈവഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ എത്താൻ ഇടയായത് ദൈവസഹായത്താൽ. അദ്ദേഹം എന്നെ, എൻ്റെ ഒരു അയൽവാസി, പ്രമുഖ ഒരു സോഷ്യലിസ്റ്റ് നേതാവ്, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, പത്തനംതിട്ടക്കാരനാണെങ്കിലും ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് ആലുവക്കാരായ ഒരു കുടുംബമുണ്ട്. മുൻ പാർലമെന്റ് അംഗം തമ്പാൻ തോമസ് സാർ, സുപ്രീം കോടതി അഭിഭാഷകൻ, വലിയ വാഗ്മി, പ്രത്യേകിച്ച് പത്രപ്രവർത്തകരുടെ നിയമപരമായ തൊഴിൽപരമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പോരാടുന്ന പത്രപ്രവർത്തകരുടെ ഒരു സുഹൃത്തു കൂടിയാണ് തമ്പാൻ തോമസ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എൻ്റെ വീടിനടുത്ത്, എൻ്റെ ഗ്രാമത്തിലാണ്. അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആസ്ഥാനം എയ്ലി ഹിൽസ്, ആലുവ ഇംഗ്ലീഷ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും നിശബ്ദമായി എല്ലാ പിന്തുണയും നൽകുന്ന അദ്ദേഹമാണ്. നമുക്കെല്ലാം അറിയാം. പലർക്കും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അദൃശ്യ ശക്തിയാണ് അദ്ദേഹം എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹം ഈ വേദിയിൽ എവിടെയോ ഉണ്ട്. അദ്ദേഹം ഷാർജ എമറേറ്റ്സ് നാഷണൽ സ്കൂളിൻ്റെ തുടക്കക്കാരൻ, സ്ഥാപകൻ,
ഡയറക്ടർ പ്രിൻസിപ്പൽ ആയിട്ടുള്ള അദ്ദേഹമാണ് രവി തോമസ് സാർ. അദ്ദേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തോടുള്ള കടപ്പാട്. ഒരു എളിയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ലോകോത്തരമായ ഒരു അന്താരാഷ്ട്ര അക്ഷര പുസ്തക വേദി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് എന്നോടുള്ള ദൈവത്തോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കട്ടെ. ആദ്യ പുസ്തകം CH മുഹമ്മദ് കോയ സാഹിബ്. എൻ്റെ കുടുംബം തന്നെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. എൻ്റെ പിതാവ് 32 വർഷം മുമ്പ് മരണപ്പെട്ടു. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ സ്റ്റാഫ് റിപ്പോർട്ടറായിരുന്നു, തിരുക്കൊച്ചി ഓർഗനൈസറായിരുന്നു. അത് എൻ്റെ ജ്യേഷ്ഠൻ PA മുബാറക് ദോഹയിൽ KMCCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കോവിഡ് കാലത്ത് അദ്ദേഹം നമ്മളിൽ നിന്ന് വിടവാങ്ങി. അപ്പോൾ എൻ്റെ കുടുംബ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. KMCCയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. ആലുവ റെസിഡൻ്റ് അസോസിയേഷൻ അരോമയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരാണ് ഈ സമ്മേളനത്തിൽ നിറഞ്ഞ സദസ്സിൽ എത്തിയിട്ടുള്ളത്. ഇരിക്കാൻ സെറ്റില്ലാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ഞാൻ CHനെ കുറിച്ച് എഴുതാൻ പറയാൻ ഞാൻ ആരാണ്? ആ ചോദ്യം എന്നോട് തന്നെ എന്നും ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹം എൻ്റെ കുടുംബ സുഹൃത്ത്. നേരത്തെ പറഞ്ഞ ആ ബന്ധം കുടുംബ സുഹൃത്താണ്. അദ്ദേഹം 41 വർഷം മുമ്പ് നമ്മിൽ നിന്ന് വിടവാങ്ങി. 1983 56-ാം വയസ്സിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു മാധ്യമപ്രവർത്തകൻ, സ്റ്റാഫ് റോളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം കടന്നുപോയി. CH അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഞാൻ കൊച്ചിയിൽ ചന്ദ്രിക എറണാകുളം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് ചന്ദ്രികയുടെ ലേഖകനായി പത്രപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ഒരു സമയം. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഈ നേതാക്കളെക്കുറിച്ചൊന്നും അറിയാൻ, പഠിക്കാൻ അല്ലെങ്കിൽ കഴിയാത്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഞാൻ ചന്ദ്രികയുടെ ഇയർ പാനലിലൊരു ചെറിയൊരു കുറിപ്പ് കൊടുത്തു. ഇങ്ങനെ CH നല്ല നർമ്മഭാഷണം നടത്തുന്ന ആൾ ആണ്. അപ്പോൾ അദ്ദേഹം ആ കുറിപ്പ് കണ്ടപ്പോൾ 100 കണക്കിന് 5 രൂപ പോസ്റ്റ് കാർഡിൽ മറുപടി വന്നു. ഓരോരുത്തരും അവരവരുടേതായ അനുഭവം, അദ്ദേഹത്തിൻ്റെ നർമ്മഭാഷണം, ഫോട്ടോകൾ അപൂർവമായിട്ട്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ നമുക്ക് ഇത് തമാശയിൽ നിന്ന് കാര്യഗൗരവത്തിലേക്ക് വരുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് 1986 ഞാൻ CHൻ്റെ ഫലിതങ്ങൾ, വീക്ഷണങ്ങൾ എന്നിവയിൽ ഒരു 500 പേജിലൊരു ഗ്രന്ഥം തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് CH മരണപ്പെടുമ്പോൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ഹൈദരാബാദിൽ വെച്ച് CH മരണപ്പെടുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K കരുണാകരനാണ് എൻ്റെ ആദ്യത്തെ, ഇതിൻ്റെ 2ാം പതിപ്പാണ്, 2ാം വെർഷനാണിത് ഇപ്പം ഇന്നുള്ള പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചന്ദ്രികയുടെ ഡയറക്ടർ കൂടിയായ PC ഹാജി, കേരള ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്നു, അദ്ദേഹം പറഞ്ഞ് ഓനിത് എഴുതി കഴിയുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിക്കണം. അങ്ങനെയാണ് പഴയ അസംബ്ലി കോംപ്ലക്സ്, ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിലുള്ള അസംബ്ലി കോംപ്ലക്സിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണുന്നു. അദ്ദേഹം ഡേറ്റ് തരുന്നു. അദ്ദേഹമാണ് അന്ന് ഇതിൻ്റെ മൂലഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നത്. ഇതിൻ്റെ പുതിയ വെർഷനാണിത്. അന്നത്തെ പുസ്തകത്തിൻ്റെ പേര് CHൻ്റെ ഫലിതങ്ങൾ, വീക്ഷണങ്ങൾ എന്നായിരുന്നു. അന്ന് CP ശ്രീധരൻ സാർ, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ
പ്രസിഡന്റ്, അദ്ദേഹമൊക്കെയാണ് ആ പുസ്തകം വിലയിരുത്തി അന്ന് സംസാരിച്ചത്. പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളായിരുന്നു അന്ന് കളമശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് അധ്യക്ഷം വഹിച്ചത് ആ റിലീസിങ് ചടങ്ങിൽ. പിന്നീട് അത് പല വെർഷൻസും പല വോളിയൂംസായിട്ടൊക്കെ അത് ഇറക്കി ആയിരക്കണക്കിന് കോപ്പി അത് ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിദ്ദ KMCC-ക്കാരാണ് അത് ഒരു പുനഃപ്രസിദ്ധീകരണം നടത്തിയത്. ജിദ്ദ KMCC-യുടെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ഗ്രീസ് പബ്ലിക്കേഷൻ അവരാണ് എൻ്റെ CH ജീവിതവും വീക്ഷണം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അതും ഫസ്റ്റ് എഡീഷനൊക്കെ വീണ്ടും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ തന്നെ സെക്കൻഡ് എഡീഷനാണ് ഇപ്പോൾ ഇവിടെ പ്രകാശിതമാകുന്നത്. രണ്ടാമത്തെ ഗ്രന്ഥം സമയം അല്ലേ, രണ്ടാമത്തെ ഗ്രന്ഥം എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയായ ചലച്ചിത്ര സംവിധായകൻ സിദ്ദീഖിനെ കുറിച്ചുള്ള പുസ്തകമാണ്. എൻ്റെ ജ്യേഷ്ഠൻ നേരത്തെ പറഞ്ഞ ദോഹയിൽ വെച്ച് കൊറോണ കാലത്ത് വിടവാങ്ങിയ PA മുബാറക്കിൻ്റെ വളരെ അടുത്ത സുഹൃത്തും ആയിരുന്നു സിദ്ദീഖ്. അവരെല്ലാം MSF-കാരായിരുന്നു, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. പക്ഷേ സിദ്ദീഖ് തന്നെ പറഞ്ഞിട്ടുള്ളത് മജീദ് സിദ്ദീഖ് ഫെഡറേഷൻ എന്നാണ് SFI-ക്കാരും KSU-ക്കാരും കാരണം മഹാരാജ് സ്കൂളിൽ പഠിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നത് എന്നാണ്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അത് വളരെ നർമ്മരസികമായി രസകരമായി നർമ്മത്തോടെ തമാശയോടെ എല്ലാ വിഷയങ്ങളെയും ഏത് ഗൗരവമുള്ള കാര്യങ്ങളും അവതരിപ്പിച്ചിരുന്ന ആളുകളാണ് CH-ഉം സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ. നിരവധി സമാനതകൾ ഇവർ തമ്മിലുണ്ട്. അക്ഷരം വളരെ ചെറിയ ജീവിത സാഹചര്യത്തിൽ ഇവർ ഇരുവരും ജനിക്കുന്നു. പക്ഷെ അവർ എത്തിപ്പെട്ട മേഖലയിലെല്ലാം അത്യുന്നതങ്ങൾ കീഴടക്കി. അതെല്ലാം ആ കീഴടക്കിയ അവസ്ഥയും അവർ നടന്നു നീങ്ങിയ വഴികളെക്കുറിച്ചെല്ലാം അതിസൂക്ഷ്മമായിട്ട് തന്നെ ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ സന്ദേശം. രണ്ട് അതിഗഹനമായ വായനക്കാരായിരുന്നു ഇവരിരുവരും. സിദ്ദീഖ് 67-ാമത്തെ വയസ്സിലാണ് നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത്. CH 56-ാമത്തെ വയസ്സിൽ. CH എന്ന് ജീവിച്ചിരുന്നെങ്കിൽ 98 വയസ്സാകുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം രവി തോമസ് സാറൊക്കെ കൂടി ഒരു ശ്രേഷ്ഠ അധ്യാപകനായി തിരഞ്ഞെടുത്ത സിദ്ദീഖിൻ്റെ പേരിലുള്ള ആദ്യത്തെ അവാർഡ് അത്രയും പ്രായമുള്ള സിദ്ദീഖിൻ്റെ, മമ്മൂട്ടിയുടെ, AK ആന്റണിയുടെ, വയലാർ രവി ഉൾപ്പെടെയുള്ളവരുടെ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ MK സാനുമാഷ് XML-ലേക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു അവാർഡ് കൊച്ചിയിൽ വെച്ച് കൊടുത്തിരുന്നു. CH ഈ പ്രവാസ ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകസഞ്ചാരം നടത്തിയ ദേഹമാണ് CH. സഞ്ചാരം നടത്തുക മാത്രമല്ല, പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. അദ്ദേഹം SK പൊറ്റക്കാട് കഴിഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ ഗ്രന്ഥങ്ങൾ എഴുതിയ ദേഹമാണ് CH. അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർജ ഉൾപ്പെടെയുള്ള ദേശത്ത് അദ്ദേഹം പല സന്ദർഭങ്ങളിലും ലോകസഞ്ചാരത്തിനിടയിൽ വരും. അപ്പോൾ NRIs-നെ കുറിച്ച്, പ്രവാസികളെ കുറിച്ച് CH പറഞ്ഞത് ഒരു കമൻ്റ് ഉണ്ട്. അത് NRIs-നെ പ്രവാസികളെ CH-ൻ്റെ ഭാഷയിൽ വിശേഷിപ്പിച്ചത് കാക്ക എന്ന രീതിയിലാണ്, പറക്കുന്ന. അത് CH പറഞ്ഞത്, ഞാൻ പല ലോകരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, എന്നാൽ കാക്കകളില്ലാത്ത നാട് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ കാക്കാന്മാരില്ലാത്ത നാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ്. ചന്ദ്രനിൽ പോയാലും അവിടെ ചാൻസ് കിട്ടിയാൽ ഇന്ത്യക്കാർ, മലയാളികൾ അവിടെ എന്തെങ്കിലും ശ്രേഷ്ഠ ജോലികളുമായി ബന്ധപ്പെട്ട് ആ നാടുമായി ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സദസ്സിലേക്ക് ഈ ഒരു ലോകോത്തര
പുസ്തകമേളയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും ഞാൻ കുട്ടിയാമത് കുട്ടി ഉൾപ്പെടെയുള്ള ഇവരെക്കുറിച്ചുള്ളൊരു ഗ്രന്ഥ രചനയിലാണ്. അത് അടയാളപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നി. M.M. ലോറൻസ് ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിതൃ തുല്യമായ ബന്ധമുള്ളവരാണ്. EMS ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കന്മാരെ ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ ഒരു ഇലക്ട്രോണിക് വഴിയിൽ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയും തിരുവനന്തപുരം ദൂരദർശൻ അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അന്ന് EMS പറഞ്ഞൊരു കാര്യമുണ്ട്. EMSൻ്റെ മന്ത്രിസഭയിലാണ് മുസ്ലിം ലീഗും 1967 മന്ത്രിസഭയിലാണ് മുസ്ലിം ലീഗും CH ആദ്യമായി മന്ത്രിയാകുന്നത്. ആ കാലഘട്ടം മുഴുവൻ വിലയിരുത്തിക്കൊണ്ട് EMS പറയുന്നുണ്ട്, ഈ ലോകം ഉള്ളിടത്തോളം കാലം CH ഓർമ്മിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് ഇന്നും എൻ്റെ പുസ്തകത്തിന് CHനെ കുറിച്ചുള്ള പുസ്തകത്തിൽ ആരെഴുതിയാലും അതിന് പ്രസക്തമാകുന്നത് വരും തലമുറ പഠിക്കേണ്ടവരാണ് CHും സിദ്ദീഖും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി. നമ്മുടെ പുസ്തക പ്രകാശനത്തിനായി ഐസക് സർ എത്തിയിട്ടുണ്ട്. ഐസക് പട്ടാണിപ്പറമ്പിൽ സാറിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം. CHന്റെ പുസ്തക പ്രകാശനം CH ജീവിതവും വീക്ഷണവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കരയെയും അത് ഏറ്റുവാങ്ങുന്നതിനായി എമിറേറ്റ്സ് നാഷണൽ സ്കൂളിന്റെ സീനിയർ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള അബ്രഹാം മാത്യു സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ വിളിച്ചാൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ പ്രകാശനം ചെയ്ത 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശനം ചെയ്ത ഒരു പുസ്തകത്തിന്റെ 2ാം പതിപ്പ് ആദ്യ ഇന്റർനാഷണൽ പ്രകാശനത്തിന് ഇവിടെ ഭാഗമാവുകയാണ്. ആ പുസ്തകം കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ. CHനെ നമുക്ക് നെഞ്ചേറ്റാം. അടുത്തതായി പുസ്തക പ്രകാശനം നടക്കുന്നത് സിനിമാ ലോകത്ത് നമ്മളെയെല്ലാം പൊട്ടിച്ചിരിപ്പിച്ച് ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും സമ്മാനിച്ച പ്രിയപ്പെട്ട സംവിധായകൻ സിദ്ദീഖിന്റെ സിദ്ദീഖ് ചിരിയുടെ രസതന്ത്രം. ആ പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടക്കുന്നത്. ഷാർജ ബുക്ക് അതോറിറ്റി ചീഫ് എക്സ്റ്റേണൽ അഫയർ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മോഹൻകുമാർ സർ, എമിറേറ്റ്സ് നാഷണൽ സ്കൂളിന്റെ അക്കാഡമിക് ഡയറക്ടർ രവീസ് തോമസിന് നൽകിക്കൊണ്ട് ആ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നു. സിദ്ദീഖ് അക്ഷരങ്ങളിലൂടെ ഇനി ജീവിക്കട്ടെ. ഏവരും ഹൃദയപൂർവ്വം ആ പുസ്തകത്തെയും നെഞ്ചേറ്റുക. അടുത്തതായി ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന നിസാർ തലങ്കരയുടെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. സമയം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നവർ എല്ലാവരും സമയനിഷ്ഠ പാലിക്കണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നിസാർ സർ. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, 2 വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ നിന്ന് ഓർത്തു. സിദ്ദീഖ്, CH. ഈ 2 പേരും ജീവിതത്തിൽ ഒപ്പിട്ട് പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനം മിസ്റ്റർ ഐസാക് പട്ടാണിപ്പറമ്പിൽ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. നിങ്ങൾ എഴുതണം. നിങ്ങളവിടെ 2 പേരും കൈപ്പിട്ടു പോയ കേരളത്തിൽ സംഭവന നർമ്മമാണ്. വ്യത്യസ്ത മേഖലകളിലായിരുന്നുവെങ്കിലും 2 പേരും ഒപ്പിട്ടു പോയത് നർമ്മം എന്ന ബേസിലാണ്. അത് മലയാളി സമൂഹം വളരെ നല്ലൊരു നർമ്മത്തോടു കൂടി സ്വീകരിച്ചു എന്നാണ് ഈ 2 പേരുടെ ജീവിതത്തിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ വിജയ ലക്ഷ്യം എന്ന് പറയുന്നത്. സിദ്ദീഖ് മലയാള സിനിമയ്ക്ക് ഇനി എപ്പോഴൊക്കെ ചരിത്രം എഴുതുമോ അപ്പോഴൊക്കെ സിദ്ദീഖിനെ ഓർക്കാതെ മലയാള ചരിത്രം പൂർണ്ണമാവുകയില്ല. അത്രമാത്രം കയ്യപ്പെട്ടിട്ടാണ് പോയത്. CH ഒരുപാട് മേഖലകളിൽ, എഴുത്തുകളിൽ
രാഷ്ട്രീയത്തിൽ, വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൽ, ഒറേറ്ററായും എഴുത്തുകാരനായും അങ്ങനെ മറ്റ് ഒരുപാട് മേഖലകളിൽ അദ്ദേഹം കൈകൂട്ടിന് പോയത്. ഈ നർമ്മം എന്ന് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പുത്രൻ മുനീർ സാഹിബ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ ലീഡർ, പറയുന്ന സരസമായൊരു കാര്യമുണ്ട്. മുനീറും മദറും സീച്ചുമൊക്കെ ലണ്ടൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ തിരുവനന്തപുരത്തെത്തി അവർ ഹോട്ടലിൽ ചായ കുടിക്കാൻ രാവിലെ പോയ സമയത്ത് പെട്ടെന്ന് CH മുനീറിനോട് ചോദിച്ചു, നീ ലണ്ടനിൽ പോയത് ആരോടൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞില്ല, അതവിടെ പോസ്റ്റർ ഒട്ടിച്ചില്ല, പോസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ മണ്ടന്മാർ ലണ്ടനിൽ എന്ന മലയാള സിനിമ പുറത്തിറങ്ങിയ പോസ്റ്റായിരുന്നു അതൊക്കെ. അത്ര എല്ലാ ജീവിതത്തിലും ഓരോ മൂവ്മെന്റിനും ആൾക്കാർ ചിരിപ്പിച്ചു, അതോടൊപ്പം സീരിയസ് ആയി കരയിപ്പിച്ചു പോയ വ്യക്തിയാണ് CH, ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവാണ്. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം. പ്രത്യേകിച്ച് പ്രിൻസിപ്പൾ വാങ്ങിയിട്ട് നിങ്ങൾ നിർബന്ധമായി വായിച്ചിരിക്കണം. ഈ പുസ്തകം ഇന്ന് ഒരു കൈകൊട്ടോടുകൂടി കൊടുക്കണം. അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മെഹബൂബിന് ഈ പുസ്തകം, ഈ 2 വിദ്യാർത്ഥികൾ ഒന്നുകൂടി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ കൊണ്ടുവന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത പ്രാസംഗം ക്ഷണിക്കുന്നു. വളരെയേറെ ക്ഷമാപണത്തോടുകൂടി നിന്ന് വിളിക്കുകയാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കഴിഞ്ഞ വർഷത്തിൻ്റെ ഇരട്ടി തിരക്ക്. ഇതിനെല്ലാം കാരണക്കാരനായ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്, മോഹൻകുമാർ. പുള്ളി ഓരോ വർഷവും ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയോ ആൾക്കാർ ലോകത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാഹിത്യകാരന്മാരുടെയും പുസ്തക പ്രേമികളുടെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറാൻ അതിൻ്റെ പിന്നിലിരിക്കുന്ന ശില്പിക്കുന്നതിനുള്ള ഒരു കൈയെഴുത്ത് ഞാൻ കണ്ടിട്ടുകൊണ്ട് നടന്നു ഇരിക്കുകയാണ്. എന്നാണ് സാറിൻ്റെ മോഹൻകുമാറിൻ്റെ അഭിനന്ദനങ്ങളാണ്. ഇന്ന് മെഹബൂബിൻ്റെ ഈ പുസ്തകം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രചനകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നുകൊണ്ട് തന്നെ എൻ്റെ മോഹൻകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നല്ലൊരു പ്രസംഗം മിസ് ചെയ്തു. എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച അറിവുകയാണ്. CHൻ്റെ ക്യാമൽ ടു കാഡിലാക്ക് എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് എനിക്ക് ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച തന്നൊരു പുസ്തകമാണ്. അദ്ദേഹം ഇവിടെ ഗൾഫ് നാടുകൾ 70s സന്ദർശിച്ചു. എന്നിട്ട് എനിക്ക് തോന്നുന്നു 78-ലോ 79-ലോ കണ്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അന്നാണ്, അതിനുശേഷമാണ് ഞാനിവിടെ വരുന്നത്, ഞാൻ ഇവിടെ വരുന്നത്. പക്ഷേ അന്ന് ആ പുസ്തകത്തിൽ കൂടി കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ എൻ്റെ ഇവിടെയുള്ള വരവിനെയും എനിക്ക് ഈ ഗൾഫ് രാജ്യങ്ങളെ കുറിച്ചുള്ള എൻ്റെ ഒരു അവബോധം മാറ്റിമറിക്കുവാൻ അത് വലിയ പുസ്തകത്തിൽ തന്നു കഴിഞ്ഞു. പിന്നീട് ഞാൻ ഓരോ ദിവസവും വല്ലപ്പോഴൊക്കെ ഓർക്കും അദ്ദേഹം പറഞ്ഞ എത്ര ശരിയാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിറക്കിൾ ഒരു വളരെ വിസ്ഫോടകമായ മാറ്റമല്ലേ ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ 44 വർഷമായിട്ട് ഞാൻ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒപ്പിയെടുക്കുവാൻ, അതിനൊരു തുടക്കം കുറിക്കുവാൻ അന്ന് CH മുഹമ്മദ് എന്ന് പറഞ്ഞ് ദീർഘവീക്ഷണമുള്ള പ്രായോഗിക ബുദ്ധിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം, അല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വായിക്കുക. അതുപോലെ തന്നെ സിദ്ദിഖ് എന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, ഇത്ര ലാളിത്യമുള്ള ഒരു സിനിമ സംവിധായകനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ പല സ്റ്റേജ് ഷോയ്ക്കായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഒരു ദിവസം ആകസ്മികമായിട്ട് കൊച്ചി വെച്ച് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ചെന്നു. വളരെ ലാളിത്യത്തോട് ലളിതമായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഞാൻ കണ്ടത്. ഒരു സിനിമാക്കാരുടെ പ്രൗഢിയോ അല്ല ട്രാപ്പിങ്സ് ഓഫ് ഗ്ലാമർ ഫെയിം ഒന്നും ഇല്ലാതെ ലളിതമായ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം നമ്മളെല്ലാം വിട്ടുപോയി. ഈ 2 വ്യക്തികളെ കുറിച്ചുള്ള മെഹബൂബിൻ്റെ പുസ്തകരചനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാനത് വായിച്ചില്ല, വായിക്കാൻ പോകുന്നേ ഉള്ളൂ. വളരെ ആകാംക്ഷാപൂർവ്വം ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. നമുക്കൊരു 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മോഹൻകുമാർ സാറിനെ സ്നേഹപൂർവ്വം 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഗ്രന്ഥകർത്താവ് മനോഹരമായിട്ട് സംസാരിച്ചു CHനെ കുറിച്ചിട്ടും സിദ്ദിഖിനെ കുറിച്ചിട്ടും. എൻ്റെ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ആരാന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് CH എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ CHൻ്റെ മകൻ മുനീർ ഞാനുമായിട്ട് വളരെ നല്ലൊരു ആത്മബന്ധം, ആ ഒരു ബന്ധത്തിൽ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷം. ഇത്രയും നല്ല ഒരു വേദി, ഇത്രയും നല്ല ആൾക്കാരും കൂടി നിൽക്കുമ്പോൾ ഈ ഒരു പുസ്തകത്തിന് 2 പുസ്തകത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിലേറെ സന്തോഷം തരുന്ന ഒരു കാര്യം, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രീ രവി തോമസ് എന്ന ഒരു മഹാൻ, നമ്മളാരും അറിയാറില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. വളരെ സൈലൻ്റ് ആയിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇവിടെയൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ രവീസ് ഇവിടെയുണ്ട്, കുടുംബം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. എഴുത്തുകാരനും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾക്കും നല്ല ഭാവങ്ങൾ ആശംസിക്കുന്നു.
നിങ്ങളുടെ അനുഭവത്തോടുകൂടി ഞാൻ അദ്ദേഹം അറിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഷാർജ ബുക്ക് അതോറിറ്റിയുടെ ഒരു ഓദർ എന്ന നിലക്കുള്ള ഒരു അംഗീകാരം ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങിയ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിന്റെ അക്കാഡമിക് ഡയറക്ടർ രവി തോമസ് രണ്ടുപേരും. അപ്പോൾ സമയം നമുക്ക് അധികമില്ല. ഇനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ അധ്യക്ഷന് 2 മിനിറ്റ് കൂടി ഉണ്ട്. CH വളരെ അടുത്തറിയുന്ന UEKMC's മുൻ വൈസ് പ്രസിഡന്റ് KH ബഷീർ സാഹിബ് അദ്ദേഹം കഴിഞ്ഞു. ലാസ്റ്റ് 8 മിനിറ്റ്. 1979 ഇന്നീ കാണുന്ന സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സാഹിത്യ റോളയിൽ CH സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ച വിനീതിന് 4 പതിറ്റാണ്ടിൽപ്പുറം അദ്ദേഹത്തിൻ്റെ അനുസ്മരണവുമായി അദ്ദേഹം അനുസ്മരിപ്പിക്കുന്ന ഈ അത്യപൂർവമായ ഈ വേദിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമായി കണക്കാക്കുന്നു. CH ലണ്ടനിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ പറഞ്ഞല്ലോ നിസ്സാന്തരങ്ങനെ വന്നപ്പോൾ CH വീട്ടിൽ ഞാനും കുട്ടിയാലിക്കായിക്കൂടെ ചെന്ന് പറഞ്ഞു, എല്ലാവരും SK പൊറ്റക്കാടിൻ്റെ മരണത്തെക്കുറിച്ച് അനുശോചനമൊക്കെ പറഞ്ഞു. അങ്ങ് ലണ്ടനിലായതുകൊണ്ടാകാം അതറിഞ്ഞില്ല, അതിനെക്കുറിച്ച് പത്രങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിങ്ങളുടെ അനുശോചന വാക്കുകളൊന്നും വന്നില്ല. അതെന്ത് പറയാനാണ് SK പൊറ്റക്കാടിനെ കുറിച്ച്? SK പൊറ്റക്കാട് സന്ദർശിക്കാത്ത ഒറ്റ കാടുമില്ല. ഇതാണ് CH. എത്ര പെട്ടെന്നാണ്, അതാണ് CH. അതുകൊണ്ട് എന്നോളോ എന്നെക്കാൾ ഏറിയ CH-മായി ബന്ധം കേട്ടും കണ്ടും അറിഞ്ഞവരവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. സമയപരിമിതി കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ഇതിൻ്റെ ഗ്രന്ഥകർത്താവിന് എല്ലാവിധ ഭാവങ്ങളും ആസ്വദിച്ചുകൊണ്ട് തൽക്കാലം വിടാം. എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവം. കാരണം സാധാരണ മാധ്യമപ്രവർത്തകരോട് പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു പ്രയാസങ്ങളുമില്ലാതെ അവരിലൊരാളായി. ഇതിൽ ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ചൊരു കുറിപ്പിലുണ്ട്, ചിരി നല്ലതാണെന്ന് നമുക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാലുഷ്യങ്ങൾ മറികടക്കാൻ നിരന്തരം ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിരി നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെയും മാറ്റി തീർക്കുമെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. കാരണം പല സംഘർഷങ്ങളും പല ഉദ്യോഗങ്ങളുമായി നടക്കുന്ന മനുഷ്യർ, നിങ്ങൾ അവരോട് നിങ്ങൾക്ക് പരിചയമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ അവരോടൊന്ന് ചിരിച്ചു നോക്കിയാൽ മതി. അപ്പം കുറച്ച് നേരത്തെങ്കിലും അവൻ്റെ കാലുഷ്യങ്ങളൊക്കെ മറികടക്കും. എന്നിട്ട് അവൻ ഉള്ളിൽ ചോദിക്കും, ഏതായി തെണ്ടിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്ട്. കാരണം നമുക്കൊന്നും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ആ രീതിയിലും മറ്റുള്ളവരെ മാറ്റി തീർക്കാൻ ഇതൊരു ആയുധമാണ്. അത് സിദ്ദീഖും CH-ഉം അത് രണ്ടും ഒരു പക്ഷേ കേരളീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരാൾ പോലും ഇല്ല എന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന്. മലയാള സിനിമയിലും ഇപ്പോഴും പഴയ സിദ്ദീഖിൻ്റെ സിനിമകൾ കണ്ട് ചിരിയുടെ രസതന്ത്രം മനസ്സിലാക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാവുമ്പോൾ ഈ 2 വ്യക്തികളും എത്രമാത്രം ഈ സൊസൈറ്റിക്ക് അവരുടെ ജീവിതം, അവരുടെ സൃഷ്ടികൾ, അവരുടെ രചനകൾ എത്ര വലിയ പങ്കുവഹിച്ചെന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ഭാവങ്ങളും 2 പുസ്തകങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ ചടങ്ങ് ഹൃദ്യമാക്കിയ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.